ഹലോ, അപ്പോൾ ഞങ്ങളുടെ ചാനൽ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മെയിൻ വലിയൊരു വീഡിയോ ഒന്നല്ല കേട്ടോ. അപ്പം യൂട്യൂബറായി പോയില്ലേ ഇപ്പോൾ. വലിയ യൂട്യൂബറൊന്നും അല്ലെങ്കിൽ നമ്മളിപ്പം യൂട്യൂബറായി പോയല്ലോ. അപ്പോൾ നമുക്ക് എന്തെങ്കിലുമൊക്കെ കണ്ടൻറ്റ് വേണം. പിന്നെ നമ്മൾ കണ്ടൻറ്റ് ക്രിയേറ്റർ എന്ന് പറയാൻ അങ്ങനെ മെയിനായിട്ടൊന്നും ഇല്ലാത്തതുകൊണ്ട് ലൈഫ് സ്റ്റൈൽ ബ്ലോഗറെന്നോ അങ്ങനെ എന്ത് വേണമെങ്കിലും വിളിക്കാം. പിന്നെ പുറകിലൊന്നും കാര്യമാക്കണ്ടോ. ഇപ്പം ഞാൻ ഡ്രസ്സ് മാറിയതിൻ്റെ ആണിത്. ഒന്നോ രണ്ടോ ഡ്രസ്സൊന്നല്ല, കുറേ ഒക്കെ മാറിക്കഴിഞ്ഞാൽ എനിക്ക് ഏതെങ്കിലും ഒന്ന് സെറ്റ് ആവുള്ളൂ. അപ്പോൾ പിന്നെ ചൂടും കൂടെ ആയതുകൊണ്ട് നമുക്ക് കട്ടിയുള്ളതൊന്നും ഇടാൻ പറ്റില്ല. പിന്നെ വണ്ടി പോകുമ്പോൾ എന്തായാലും തണുക്കും, എന്നാലും പിന്നെ ചൂടെടുക്കുമല്ലോ എന്ന് വെച്ചിട്ടാണ് കേട്ടോ. ഇതുണ്ട് ഇപ്പോൾ തന്നെ വേർത്ത് കുളിക്കുന്നുണ്ട് കേട്ടോ. ഞാൻ ഭയങ്കര ചൂട് എന്ന് പറഞ്ഞാൽ നല്ല ചൂട്, എല്ലായിടത്തും ചൂട് തന്നെയാണല്ലോ. അപ്പം ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ അത്ര ഒരു 5 മിനിറ്റിൽ കൂടുതൽ 5 മിനിറ്റൊക്കെ ഉണ്ടെങ്കിലേ ഞാൻ ഇടുന്നുള്ളൂ. 5 മിനിറ്റ് മിനിമം, ഒരു 3 മിനിറ്റ് 5 മിനിറ്റ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഉണ്ടെങ്കിലേ ഞാൻ ഇടുള്ളൂ. അപ്പോൾ ഞങ്ങളൊന്ന് ഫിലിമിന് പോകാൻ നേരിച്ചിട്ടാണ്. അപ്പോൾ ഇനി കടയിൽ നിന്ന് വരണം, 9:15 വരാമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഫിലിമിന് പോകാൻ നേരിച്ച് ഏതിനാണെന്നും അറിയില്ല, എത്ര മണിക്ക് എത്തുന്നതെന്നാന്നും അറിയില്ല. ഇനിയിപ്പോൾ നമുക്ക് 9:30 10 മണിക്കോ അതിന് കിട്ടിയില്ലെങ്കിൽ അടുത്ത ഷോ കാണാം. എന്തായാലും നാളെ ലീവാണ്, അതുകൊണ്ട് നമുക്കിന് വലിയ സീനില്ല. അപ്പം വീഡിയോ ഇഷ്ടപ്പെടാനുണ്ടോയെന്ന് അറിയില്ല. അപ്പം നമ്മളെ ലൈഫ് ഇങ്ങനെയൊക്കെയാണ്. അപ്പോൾ അത് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിക്കാമെന്ന് വിചാരിക്കുന്നുള്ളൂ. അപ്പം വീഡിയോ കുറച്ചെങ്കിലും ലെങ്ത് ഉണ്ടെങ്കിൽ ഞാൻ ഈ ഒരു വീഡിയോ ഇടും, അല്ലെങ്കിൽ ഞാൻ ഇടില്ല കേട്ടോ. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോവാം. പിന്നെ ഒരു കാര്യം, ഞാൻ റെഡി ആയിട്ടൊന്നുമില്ല. എന്താണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പോവാൻ നേരത്ത് വല്ല ലിപ്സ്റ്റിക്കും എടുത്തിട്ട് പോവാം, അത്രയേ ഉള്ളൂ. അല്ലാതെ വേറെ ഒന്നും ചെയ്യാൻ വഴിയില്ല. കാരണം അത്രയ്ക്കും ചൂടാണ്, എല്ലാ സ്ഥലത്തും ചൂടാണെന്ന് എനിക്കറിയാം. ഒരു രക്ഷയില്ല. ഇപ്പം മുഖത്തൊന്നും ചെയ്യാതെ പോയിട്ടുണ്ടെങ്കിൽ അച്ഛമ്മ ഗ്യാസ് കിട്ടി. അവനിവിടെ ഒരു മറ്റേ വലിയ വണ്ടി ഇട്ടോ, അതും ചവിട്ടി കളിക്കുന്നതാണ്. അന്നേരം അങ്ങനെ. അപ്പം ഞാൻ എന്തെന്ന് പറഞ്ഞു വന്നേ. അപ്പം മേക്കപ്പ് ഒന്നും ഇട്ടിട്ട് ഒരു കാര്യമില്ല. പിന്നെ ഒന്നും മുഖത്ത് ചെയ്യാതെ പോയിട്ടുണ്ടെങ്കിൽ ഒക്കെ എണീച്ച് വന്ന പോലെ ഉണ്ട്. അപ്പം നമുക്കൊരു ലിപ്സ്റ്റിക്കെങ്കിലും എടുത്തിട്ട് അഡ്ജസ്റ്റ് ചെയ്തിട്ട് പോവാമെന്ന് വിചാരിക്കുന്നു. ശരിക്കും പറഞ്ഞാൽ ഈ ഒരു വീഡിയോ ഇപ്പോൾ ഞാൻ 2 ദിവസത്തെ മിക്സാക്കി ആണ് കേട്ടോ. കാരണം ഞാൻ 2 ദിവസം സിനിമയ്ക്ക് പോയിട്ടുണ്ടായിരുന്നു. ഫസ്റ്റ് ദിവസം ഞാനിപ്പോൾ പോകാമെന്ന് പറഞ്ഞ് ഇറങ്ങിയിട്ട് ആദ്യം ഞങ്ങളുടെ വീടിൻ്റെ അടുത്തുള്ള അവിടെ തന്നെ പോയപ്പം അവിടെ ടിക്കറ്റ് കിട്ടിയില്ല, 12 മണിക്കേ ഉള്ളൂ എന്ന് പറഞ്ഞു. പിന്നെ ഞങ്ങൾ നേരെ ടൗണിൽ പോയി, PVR പോയപ്പോൾ അവിടെ ഫുള്ള്. പിന്നെ ഞങ്ങൾ ലുലുമാൾ പോയി. മാളിൽ പോയപ്പോൾ അവിടെ ആണെങ്കിൽ 950 ലക്ഷറി മാത്രമേ ഉള്ളൂ. അത്രയ്ക്കുള്ളത് നമുക്ക് വേണ്ടാത്തതുകൊണ്ട് തന്നെ ഞങ്ങൾ പിന്നെ നേരെ തിരിച്ചു വന്നു കേട്ടോ. തിരിച്ചു വന്ന് നമ്മുടെ വീടിൻ്റെ അടുത്ത് തന്നെയുള്ള തിയേറ്ററിൽ പോയി. അവിടെ പോയി നോക്കുമ്പോൾ 12 മണിക്കുള്ളതിൽ ഫസ്റ്റ് സീറ്റാണ് കേട്ടോ കിട്ടിയത്. താഴെ ഏറ്റവും മൂലയ്ക്കുള്ള സീറ്റാണ് കിട്ടിയത്. അങ്ങനെ ഞങ്ങൾ ഒരുവിധം എമ്പുരാനൊക്കെ കണ്ടു. എന്തായാലും കാണണം എന്ന് പറഞ്ഞ് ഇറങ്ങിയതാണല്ലോ. അങ്ങനെ എമ്പുരാനാണ് ആദ്യം കണ്ടിട്ടുണ്ടായിരുന്നത്. അങ്ങനെ നമ്മൾ പിന്നെ എമ്പുരാനൊക്കെ കണ്ട് തിരിച്ച് നേരെ വന്നു കേട്ടോ. തിരിച്ച് വന്നപ്പോഴത്തേക്ക് ഒരു 4 മണിയൊക്കെ കഴിഞ്ഞു. 12:30 കഴിഞ്ഞപ്പോഴായിരുന്നു സിനിമ തുടങ്ങിയിട്ടുണ്ടായിരുന്നത്. നമ്മൾ 4 മണിയായപ്പോൾ വന്ന് 4 മണിയൊക്കെ കഴിഞ്ഞ് വന്നപ്പോൾ നമ്മൾ വന്ന് ഓരോ ചായയും കുടിച്ച് നേരെ വന്ന് വീട്ടിലൊന്ന് കിടന്നുറങ്ങി കേട്ടോ. ചായയും അച്ചോട്ടിന് ഓംപ്ലേറ്റൊക്കെ വാങ്ങിക്കൊടുത്തു. അങ്ങനെ നമ്മൾ നേരെ തിരിച്ച് വന്ന് കിടന്നുറങ്ങി. പിന്നെ നമ്മൾ പിറ്റേന്ന് രാവിലെ ഉച്ചയ്ക്കത്തെ ഷോയ്ക്ക് പോകാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം നമ്മൾ വീടിൻ്റെ അടുത്തുള്ള ഈ ഒരു സ്ഥലം കുറേ ദിവസമായി വീഡിയോ എടുക്കണം എന്ന് വിചാരിക്കുന്നു. അങ്ങനെ ഈ വീഡിയോസൊക്കെ ഞാൻ ഇവിടുന്ന് എടുത്ത വീഡിയോസൊക്കെ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഷോർട്സിലൊക്കെ ആയിട്ട്. അപ്പം പറ്റുന്ന പോലെയൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മൾ ഇവിടുന്ന് നേരെ കുറച്ച് ഫോട്ടോ ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ, വീഡിയോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ നേരെ ഇവിടുന്ന് ഫുഡ് കഴിക്കാമെന്ന് പറഞ്ഞ് ശരവണഭവന് പോയി. അവിടുത്തെ മസാല ദോശയ്ക്ക് എനിക്ക് പ്രത്യേകത ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ഒരു വീഡിയോ ഇട്ട് പറഞ്ഞില്ലായിരുന്നു. അപ്പോൾ അവിടെ പോയാൽ എനിക്ക് മസാല ദോശ മതി എന്നുള്ളതുകൊണ്ട് തന്നെ നമ്മൾ മസാല ദോശ കഴിക്കാൻ പോയി. അങ്ങനെ മസാല ദോശയും കഴിച്ച് നേരെ നമ്മൾ ഇനി പോകുന്നത് തിയേറ്ററിലേക്കാണ് കേട്ടോ. ആദ്യം നമ്മൾ തിയേറ്ററിൽ പോയി, ഞാൻ മറന്നു പോയിട്ടോ. നമ്മൾ ആദ്യം പോയി തിയേറ്ററിൽ പോയി ടിക്കറ്റ് എടുത്തിട്ടാണ് നമ്മൾ പിന്നെ നേരെ തിരിച്ച് ശരവണവനിലേക്ക് പോയിട്ടുണ്ടായിരുന്നത്. ഇല്ലെങ്കിൽ പിന്നെയും ടിക്കറ്റ് കിട്ടിയില്ലെങ്കിലും. അപ്പോൾ ഇന്ന് നമുക്ക് കാണാനുള്ളത് വീരധീര സൂര്യൻ. വിക്രത്തിൻ്റെ ഒരു പുതിയ സിനിമ ഉണ്ടല്ലോ, അതാണ് കേട്ടോ കാണാൻ പോയിട്ടുണ്ടായിരുന്നത്. അങ്ങനെ നമ്മൾ നേരെ ടിക്കറ്റ് എടുത്ത് നേരെ വന്ന് ശരവണഭവനിൽ വന്നിട്ട് നമ്മൾ ഫുഡ് കഴിച്ചു. അപ്പോൾ ഇയാളെന്താ ഇങ്ങനെ നിൽക്കുന്നതെന്ന് എനിക്ക് മനസ്സിലായില്ല കേട്ടോ. എന്തോ നോക്കി നിൽക്കുകയാണ്, വണ്ടി പോകുന്നതാണ് ഞാൻ തോന്നുന്നു കേട്ടോ. അനങ്ങുന്നില്ല, കുറേ നേരം അങ്ങനെ നിൽക്കുന്നുണ്ടായിരുന്നു. പിന്നെ നമ്മൾ നേരെ പോയി ഫുഡൊക്കെ കഴിച്ചു. അങ്ങനെ നമ്മൾ ഫുഡൊക്കെ കഴിച്ച് ഫിലിമൊക്കെ കഴിഞ്ഞ് നമ്മൾ വന്നു. അപ്പോൾ ബാക്കിയുള്ള കാര്യങ്ങളൊന്നും ഞാൻ എടുത്തിട്ടില്ല. പക്ഷേ എനിക്ക് എമ്പുരാനെക്കാട്ടി വിക്രത്തിൻ്റെ മൂവിയാണ് എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുള്ളത്. കാണാത്തവരെന്തായാലും പോയി കാണാൻ, കണ്ടിരിക്കാൻ പറ്റിയൊരു മൂവിയാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ബൈ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ.